മിൽമ എപ്പോഴും കണി കണ്ട് ഉണരുന്ന നന്മ എന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും പുതിയ ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ കുപ്പിപ്പാൽ വിപണിയിലേക്ക് ഇറക്കുകയാണ്. വളരെ ടൈറ്റ് മത്സരത്തിലൂടെയാണ് മിൽമ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർദ്ധിച്ചു വരുന്ന ഒരു വിപണി നമ്മളെ ആകെ കവർന്നു തിന്നുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കുപ്പിപ്പാൽ കൗ മിൽക്ക് ഞങ്ങൾ വിപണിയിൽ ഇറക്കുകയാണ്. തിരഞ്ഞെടുത്ത ക്ഷീരസംഘങ്ങളിൽ നിന്നും മിൽമ നേരിട്ട് സംഭരിക്കുന്ന ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന മിൽമ കൗ മിൽക്ക് 3.2% കൊഴുപ്പും 8.5% കൊഴുപ്പ് ഇതര ഖരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. പാലിൻ്റെ തനതായ ഗുണമേന്മ, സ്വാഭാവിക തനിമയും നിലനിർത്തുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ മിൽമ കൗ മിൽക്ക് 1 ലിറ്റർ ബോട്ടിലിൻ്റെ വില 70 രൂപയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള ഫുഡ് ട്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് പാക്കിങ്ങിനായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 3 ദിവസം വരെ മിൽമ കൗ മിൽക്ക് കേടുകൂടാതെ ഇരിക്കും. നവീന പാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് മിൽമ കൗ മിൽക്ക് പാക്ക് ചെയ്യുന്നത്. ആവശ്യാനുസരണം സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ഈ കുപ്പി പാൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരം യൂണിയനിൽ മാത്രമാണ് ഈ കൗ മിൽക്ക് ഇറക്കുന്നത്. അതിൻ്റെ വിപണി നിരീക്ഷിച്ചതിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ മറ്റു മേഖലാ യൂണിയനുകളായിട്ടുള്ള കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലേക്ക് കൂടി വിപണനം നമ്മൾ വ്യാപിപ്പിക്കും. മിൽമ ഏജന്റന്മാർ, മൊത്ത വിതരണ ഏജന്റന്മാർ, ഡിസ്ട്രിബ്യൂട്ടർ, ലുലു, റിലയൻസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ, ഓൺലൈൻ വിതരണ ശൃംഖലകൾ എന്നിവർ മുഖാന്തരമായിരിക്കും മിൽമ കൗ മിൽക്ക് 1 ലിറ്റർ ബോട്ടിൽ വിതരണം നടത്തുക. മിൽമ കൗ മിൽക്ക് 1 ലിറ്റർ ബോട്ടിലിൻ്റെ ഉൽപ്പാദനവും പ്രകാശനവും 19/8/2025 ഹോട്ടൽ അപ്പോളോ ഡിമോറയിൽ ശ്രീ KN ബാലഗോപാൽ സാറിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നടത്തുന്നതായിരിക്കും. ചടങ്ങിൽ മികച്ച കർഷകർ വിൽപ്പന കൈവരിച്ച മിൽമ ഏജന്റന്മാർ, മൊത്ത വിതരണ ഏജന്റന്മാർ, ഡിസ്ട്രിബ്യൂട്ടർ, ആപ്കോസ്, പാർലർ എന്നിവർക്ക് പാരിതോഷികം നൽകുന്നു. ഉപഭോക്താക്കൾക്കുള്ള അത് മേടിക്കുന്ന ആളുകൾക്കുള്ള ഒരു സമ്മാന പദ്ധതി കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്.